3 സംസ്ഥാനങ്ങളിലായി ഏകദേശം 80 പേർ സ്വന്തം വീടുകൾക്കുള്ളിൽ വെച്ച് തന്നെ നിശബ്ദരായി കൊല്ലപ്പെട്ട് കിടന്നു. ചെന്നൈ, ബാംഗ്ലൂർ, ആന്ധ്ര എവിടെ അന്വേഷിച്ചിട്ടും ഇവരെക്കുറിച്ച് ഒരു സൂചന പോലും പോലീസിന് ലഭിച്ചില്ല. 80 കൊലപാതകങ്ങൾ നടത്തിയിട്ടും ഇവരെ ആരും കണ്ടിട്ടേ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ കേസിന്റെ ചുരുളഴിയിക്കാൻ കാരണമായത് ഒരു സ്ത്രീ പറഞ്ഞ വാക്കുകളാണ്. അവളുടെ പേര് ലക്ഷമ്മ. ആ സ്ത്രീയെ 18 ദിവസത്തോളം ഭക്ഷണവും ഉറക്കവും ഇല്ലാതെ ഒരു ഇരുട്ട് മുറിയിൽ അടച്ചിട്ടു. ആദ്യത്തെ ദിവസം അവളെ അടിച്ചു. അവളൊന്നും പറഞ്ഞില്ല. രണ്ടാമത്തെ ദിവസം ഉറങ്ങാൻ പോലും സമ്മതിച്ചില്ല. അപ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല. 6 ദിവസത്തിന് ശേഷം അവൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് പൂർണ്ണമായും നിർത്തി. 11ാം ദിവസം മുതൽ തുടർച്ചയായി 2 ദിവസത്തോളം അവളെ നിർത്തിക്കുക മാത്രം ചെയ്തു. അപ്പോഴും അവൾ ഒന്നും പറഞ്ഞില്ല. അങ്ങനെ ഏകദേശം 2 ആഴ്ച കഴിഞ്ഞു. ആ സ്ത്രീ പട്ടിണി കിടന്ന് തളർന്നു. അപ്പോൾ അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണമായ പന്നിയിറച്ചി അവളുടെ മുന്നിൽ കൊണ്ടുവച്ചിട്ട്, സത്യം പറഞ്ഞാൽ നിനക്കിത് കഴിക്കാമെന്നവർ പറഞ്ഞു. അപ്പോഴും അവൾ ഒന്നും മിണ്ടിയില്ല. ആരാണിവർ? 3 സംസ്ഥാനങ്ങളിലായി 80 കൊലപാതകങ്ങളിൽ പിടിക്കപ്പെടാതെ എങ്ങനെ ചെയ്യാൻ കഴിഞ്ഞു? എന്തുകൊണ്ടാണ് പോലീസ് ഒരു സ്ത്രീയെ ഇത്രത്തോളം ഉപദ്രവിച്ചത്? ഒടുവിൽ അവൾ വായ തുറന്ന ആ ദിവസം ഈ ഗ്യാങ്ങിന്റെ മുഴുവൻ ചരിത്രവും പുറത്തു വന്നു. ഔദ്യോഗിക കണക്കുകളില്ലാതെ ഈ ഗ്യാങ് 200-ലധികം പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് പലരും പറയുന്നത്. ജനങ്ങൾ ഭയപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് പോലീസ് 80 എന്ന സംഖ്യ പുറത്തുവിട്ടത്. ആരാണ് ഈ ദണ്ഡുപാളയ ഗ്യാങ്? ഇവരെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിന് മുൻപ് നിങ്ങൾ ഈ വീഡിയോ ഇതുവരെയും ലൈക്ക് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്തിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോ അവസാനിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം കമന്റ് ചെയ്യാം. ആയിരത്തി 1990കളുടെ അവസാനത്തിൽ ചിറ്റൂർ പ്രദേശത്ത് വൈകുന്നേരം 6 മണിയായാൽ തന്നെ ആളുകൾ വീടുകളുടെ വാതിൽ അടയ്ക്കുമായിരുന്നു. പുറത്ത് നല്ല വെളിച്ചമുണ്ടെങ്കിൽ പോലും എല്ലാവരും വീടിനുള്ളിൽ കയറി വാതിലടയ്ക്കും. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ഇരുട്ടിനോടുള്ള പേടി കൊണ്ടല്ല, മനുഷ്യരെ പേടിച്ചിട്ടാണ്. രാത്രി 7 മണിക്ക് ആരെങ്കിലും വാതിൽ മുട്ടിയാൽ തന്നെ ആ വീട്ടിലുള്ളവരെല്ലാം ഭയന്ന് വിറയ്ക്കും. വളരെ സൂക്ഷിച്ച് പുറത്ത് നോക്കി പരിചയമുള്ളവരാണെങ്കിൽ മാത്രം വാതിൽ തുറക്കും. ആ നാട്ടിൽ ഉറങ്ങുമ്പോൾ ചെറിയൊരു ശബ്ദം കേട്ടാൽ പോലും ആളുകൾ ഞെട്ടി ഉണരുമായിരുന്നു. ഇത്തരത്തിലുള്ള കൊലപാതകങ്ങൾ നടന്നതിനു ശേഷം രാത്രി ഒരാൾ, പകൽ ഒരാൾ എന്ന രീതിയിൽ ഷിഫ്റ്റിട്ട് ആളുകൾക്ക് കാവൽ നിന്നു. എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? കാട്ടിൽ നിന്ന് മൃഗങ്ങൾ വരുന്നത് പോലെ ഈ ഗ്യാങ് വീടിനുള്ളിലേക്ക് കയറിയാൽ വെറുതെ മോഷ്ടിക്കുക മാത്രമല്ല ചെയ്യുക, ചെറിയ കുട്ടികളെന്നോ പ്രായമായവരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരെയും കൊലപ്പെടുത്തും. തെളിവുകളൊന്നും ബാക്കി വയ്ക്കാതിരിക്കാനാണ് ഇവർ കൊലപാതകം നടത്തുന്നതെന്നാണ് തുടക്കത്തിൽ നമ്മൾ കരുതുക. എന്നാൽ അതുപോലും അല്ല സത്യം. ഈ ഗ്യാങ്ങിലുള്ളവർക്ക് കൊലപാതകം ചെയ്യുന്നത് ഒരുതരം ക്രൂരമായ ലഹരിയായിരുന്നു. എന്ത് തരം വന്യമായൊരു സാഡിസമായിരുന്നു ഇവർക്കെന്ന് വെച്ചാൽ, കഴുത്തിൽ മൂർച്ചയുള്ള എന്തെങ്കിലും വെച്ച് മുറിക്കുകയായിരുന്നു ഇവരുടെ ഒരു സിഗ്നേച്ചർ രീതി. അങ്ങനെ മുറിച്ചാൽ പിന്നെ ശബ്ദമുയർത്താൻ കഴിയില്ല. ഒരു ചെറിയ ഗർജനം പോലുള്ള ശബ്ദം മാത്രമേ പുറത്തു വരൂ. മരിക്കുന്നവർ ഉണ്ടാക്കുന്ന വലിഞ്ഞു മുറുകുന്ന ശബ്ദം കേട്ട് ആസ്വദിക്കുന്നതാണ് ഇവരുടെ ഒരു രീതി. പ്രധാനമായും ഇരകളെ കണ്ടെത്തിയിരുന്നത് ഗ്രാമങ്ങളിലോ അല്ലെങ്കിൽ ഒരു സെമി റൂറൽ പ്രദേശങ്ങളിലോ ആയിരുന്നു. ഇവരുടെ ക്രൂരതകൾ മുഴുവനും ദക്ഷിണേന്ത്യയിലെ 4 സംസ്ഥാനങ്ങളുടെ അതിർത്തി പ്രദേശങ്ങളിലായിരുന്നു നടന്നിരുന്നത്. ഇതൊരു സീരിയൽ കില്ലറുടെ പണിയല്ല, ഒരു വലിയ ഗ്യാങ് തന്നെയാണ് ഇതിന് പിന്നിലെന്ന് പോലീസിന് മനസ്സിലാകാൻ തന്നെ വൈകി. ദേശീയ മാധ്യമങ്ങളിൽ വരെ വരുന്ന രീതിയിൽ ഈ ഗ്യാങ്ങിന്റെ വാർത്തകൾ വൈറലായി മാറി. ഇത്രയും ഭീകരരായ ഈ ഗ്യാങ്ങിലെ ഒരു സംശയാസ്പദയായ സ്ത്രീയെ കർണാടകയിലെ DSP ചലപതിയാണ് ആദ്യമായി അറസ്റ്റ് ചെയ്യുന്നത്. ആ സ്ത്രീയെ കസ്റ്റഡിയിലെടുത്ത ഉടൻ തന്നെ ഏറ്റവും ഉയർന്ന സുരക്ഷയുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയത്. കാരണം ആ ഗ്യാങ്ങിനെ കുറിച്ച് പോലീസിന് ഒന്നും അറിയില്ലായിരുന്നു. വലിയൊരു സംഘമുള്ളതുകൊണ്ട് പോലീസ് സ്റ്റേഷൻ തകർത്ത് അവളെ കൊണ്ടുപോകാൻ സാധ്യതയുണ്ടായിരുന്നു. അതുമാത്രമല്ല, ഈ ഗ്യാങ് കൂടുതലും കർണാടകയിലാണ് കുറ്റകൃത്യങ്ങൾ ചെയ്തതെന്നതിനാൽ കോപാകുലരായ ജനങ്ങൾ സ്റ്റേഷനിലേക്ക് ഇരച്ചു കയറി അവളെ തല്ലിക്കൊല്ലുമോ എന്ന ഭയവും ഉണ്ടായിരുന്നു. 2001 ഈ അറസ്റ്റ് നടക്കുന്നത്. ഒരു ഇരുട്ട് മുറിയിൽ ഗ്രിൽ വാതിലിന് പിന്നിലാണ് അവളെ അടച്ചിട്ടത്. ആദ്യം പോലീസ് അവളെ ഭീഷണിപ്പെടുത്തി, നിന്നെ സഹായിക്കാൻ ഇവിടെ ആരും വരില്ല, നിന്റെ ഗ്യാങ്ങിലുള്ള ആർക്കും ഇങ്ങോട്ടേക്ക് വരാനും ധൈര്യമില്ല, നിനക്ക് വക്കീലിന്റെ സഹായം ഒന്നും കിട്ടില്ല, നീ ഇവിടെ കിടന്ന് ചത്താലും ചോദിക്കാൻ ആരും ഉണ്ടാകില്ല. തുടക്കത്തിൽ ഒരു പെൺകുട്ടിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് DSP ചലപതി അവളെ ചോദ്യം ചെയ്തത്. ആ പെൺകുട്ടി തനിച്ചായിരുന്നപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്തത്? ആർക്കൊക്കെയാണ് ഇതിൽ പങ്കുള്ളത്? ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ലക്ഷമ്മ ഒന്നും പറഞ്ഞില്ല.
എത്ര ചോദ്യങ്ങൾ ചോദിച്ചിട്ടും ഒരു കല്ലുപോലെ ഒരേയിടത്ത് തന്നെ അങ്ങനെ ഇരിക്കുകയായിരുന്നു അവൾ. ശരി, ഇവൾ അടുത്ത ദിവസം ചോദ്യം ചെയ്യാം എന്ന് വിചാരിച്ച് പോലീസ് അവളെ സെല്ലിലാക്കിപ്പോയി. അന്ന് രാത്രി 11 മണിക്ക് ഒരു കോൺസ്റ്റബിൾ മാത്രമാണ് അവളെ നിരീക്ഷിച്ചു കൊണ്ടിരുന്നത്. ആ കോൺസ്റ്റബിൾ ചെറുതായി കണ്ണൊന്ന് ചിമ്മിയപ്പോൾ ഈ സ്ത്രീ ഒരു ഗ്ലാസ് കഷ്ണം പൊട്ടിച്ച് അതെടുത്ത് കോൺസ്റ്റബിളിന്റെ മുഖത്തേക്ക് എറിഞ്ഞു. അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും കോൺസ്റ്റബിൾ ഉണർന്ന് ഗ്രില്ലിൽ വെച്ച് തന്നെ ഒരു അടി കൊടുത്തതോടെ അവൾ മിണ്ടാതെ പോയിരുന്നു. പിന്നീട് ഒരിക്കൽ ഒരു കോൺസ്റ്റബിൾ ഭക്ഷണം കൊടുക്കാൻ വന്നപ്പോൾ ആ ലക്ഷ്യം അയാളുടെ കൈ കടിച്ചു പറിച്ചു. ഒടുവിൽ അവളുടെ വായിൽ നിന്നും ആ കോൺസ്റ്റബിളിന്റെ കൈ വേർപെടുത്തി എടുക്കുക എന്നത് തന്നെ വലിയൊരു പണിയായിരുന്നു. അന്നു മുതൽ 2 കോൺസ്റ്റബിൾമാർ അവളെ നിരീക്ഷിക്കാൻ തുടങ്ങി. 2ാം ദിവസം ചോദ്യം ചെയ്തപ്പോൾ അവൾ വായ തുറന്നു. ഞാനൊരു പാവം പിച്ചക്കാരിയാണ്, എന്നെ എന്തിനാണ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഇത്രയും ടോർച്ചർ ചെയ്യുന്നത് എന്ന് ലക്ഷ്മ ചോദിക്കുന്നു. ഇത്രയും ദ്രോഹം ചെയ്തിട്ടും നമ്മളെ തന്നെ പറ്റിക്കാൻ നോക്കുകയാണോ എന്ന് വിചാരിച്ച് പോലീസ് ഓഫീസർമാർക്ക് കടുത്ത ദേഷ്യം വരുന്നു. അവർ അവളെ തല്ലിച്ചതച്ചു. അതിനുശേഷം പോലീസുകാർ എന്തൊക്കെയോ വഴികൾ പരീക്ഷിച്ചു നോക്കുന്നുണ്ട്. ബെൽറ്റ് കൊണ്ട് അടിക്കുന്നു, കാലിനടിയിൽ വെച്ച് തല്ലുന്നു. എന്നാൽ അവൾക്ക് വേദന എടുക്കുന്നുണ്ടോ എന്ന് പോലും പോലീസുകാർക്ക് മനസ്സിലായതേയില്ല. അവളുടെ വായിൽ നിന്ന് ഒരു ശബ്ദം പോലും വന്നില്ല. 6ാം ദിവസമായപ്പോഴേക്കും ലക്ഷ്മയ്ക്ക് നൽകിയിരുന്ന ഭക്ഷണം പൂർണ്ണമായി നിർത്തി. വെറും വെള്ളം മാത്രം കൊടുത്തു. അവളെ അതിക്രൂരമായി പട്ടിണിക്കിട്ടു. അന്ന് രാത്രി അവളുടെ മുഖത്തേക്ക് വെള്ളം ഒഴിച്ച് നിലത്തിട്ട് വീണ്ടും തല്ലിച്ചതച്ചു. അവളുടെ ഭർത്താവിൻ്റെയും മക്കളുടെയും പേരിൽ വ്യാജ കേസെടുത്ത് അറസ്റ്റ് ചെയ്യുമെന്ന് പോലും പോലീസ് ഭീഷണിപ്പെടുത്തി നോക്കി. എന്തുകൊണ്ടാണ് പോലീസിന് ലക്ഷ്മയുടെ ഭർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതിരുന്നത് എന്ന് വെച്ചാൽ, ഇവരുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇര ലക്ഷ്മയെ മാത്രമാണ് കൃത്യമായി തിരിച്ചറിഞ്ഞത്. മറ്റുള്ളവർക്കെതിരെ യാതൊരു തെളിവും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അറസ്റ്റ് ചെയ്താൽ കേസ് കോടതിയിൽ നിലനിൽക്കില്ലായിരുന്നു. ഒടുവിൽ 10 ദിവസം പട്ടിണിക്കിട്ട് 18ാം ദിവസം പന്നിയിറച്ചി കൊടുത്തപ്പോഴാണ് അവൾ കാര്യങ്ങളെല്ലാം തുറന്നു സമ്മതിക്കുന്നത്. ഞങ്ങൾ തന്നെയാണ് ഇതെല്ലാം ചെയ്തതെന്ന് അവൾ തുറന്നു സമ്മതിച്ചു. പോലീസ് ഇത്രത്തോളം ടോർച്ചർ ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് അവളോട് എന്തെങ്കിലും സഹതാപം തോന്നുന്നുണ്ടെങ്കിൽ അവൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത് എന്ന് നിങ്ങൾ അറിയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ആ സഹതാപം മുഴുവനും അങ്ങ് മാറിപ്പോകും. ആദ്യം ഈ ഗ്യാങ് എങ്ങനെയാണ് രൂപപ്പെട്ടത് എന്ന കഥയിലേക്ക് പോകാം. 1930കളിൽ ബാംഗ്ലൂരിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ മാറി ഓൾഡ് മദ്രാസ് റോഡ് എന്ന് പറയുന്ന ഒരു വഴി ഉണ്ടായിരുന്നു. അതിനടുത്ത് ഒരു ഗ്രാമമുണ്ടായിരുന്നു. ആകെ 400 കുടുംബങ്ങളാണ് ആ ഗ്രാമത്തിലുണ്ടായിരുന്നത്. ആ ഗ്രാമത്തിന്റെ പേരായിരുന്നു ദണ്ഡുപാളയ. ഏകദേശം 250 വീടുകളും 2000ഓളം ആളുകളും അവിടെ താമസിച്ചിരുന്നു. കൂലിവേലക്കാർ ജീവിച്ചിരുന്ന വളരെ സാധാരണമായ ഒരു ഗ്രാമം. അങ്ങനെയിരിക്കെ ഒരു ദിവസം വെങ്കടസ്വാമി എന്ന പേരുള്ള 30 വയസ്സുകാരനായ ഒരാൾ ആ ഗ്രാമത്തിലേക്ക് വരുന്നു. കുറച്ച് സ്ഥലം വാങ്ങി അവിടെ സ്വസ്ഥമായി ജീവിക്കാൻ പോവുകയാണെന്ന് അയാൾ പറയുന്നു. 7 ഏക്കർ നിലം വാങ്ങി കൃഷിയും കോഴി, ആട്, മാട് വളർത്തലുമൊക്കെയായി അയാൾ ആ ഗ്രാമത്തിൽ തന്നെ അങ്ങ് ജീവിച്ചു പോന്നു. ആ ഗ്രാമത്തിൽ അത്രയും വലിയൊരു പണക്കാരനെ ആരും മുൻപ് കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല. ആർക്ക് എന്ത് കഷ്ടപ്പാടുണ്ടായാലും ആളുകൾ അയാളുടെ അടുത്താണ് ചെന്നിരുന്നത്. അയാൾ പണം കൊടുത്ത് സഹായിക്കുകയും ചെയ്യും. നാട്ടുകാർ മുഴുവനും അയാളെ ഒരു ദൈവത്തെ പോലെയാണ് കണ്ടിരുന്നത്. 3 വർഷം കടന്നുപോയി. ഒരു ദിവസം വെങ്കടസ്വാമി നാട്ടിലില്ലാത്ത സമയത്ത് ബ്രിട്ടീഷ് പോലീസ് അവിടെ വരുന്നു. ആദ്യം ആ നാട്ടുകാർക്കൊന്നും മനസ്സിലായില്ല ഈ ഗ്രാമത്തിൽ ആരെ തിരക്കിയാണ് പോലീസ് വരുന്നത് എന്ന്. ഒടുവിൽ വെങ്കടസ്വാമിയെ തിരക്കിയാണ് പോലീസ് വന്നത് എന്നറിഞ്ഞപ്പോൾ നാട്ടുകാർക്കെല്ലാം വലിയൊരു ഞെട്ടലായിരുന്നു. വെങ്കടസ്വാമി ദൈവത്തെ പോലുള്ള ഒരാളൊന്നും അല്ലായിരുന്നു. അയാൾ ഒരു കള്ളനായിരുന്നു. അന്ന് അയാൾ പിടിക്കപ്പെട്ടില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേറൊരു സ്ഥലത്ത് വെച്ച് അയാൾ പിടിക്കപ്പെടുന്നു. എന്നാൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജാമ്യത്തിൽ ഇറങ്ങി അയാൾ തിരികെ ഗ്രാമത്തിലേക്ക് തന്നെ വന്നു. അപ്പോഴാണ് നാട്ടുകാർക്ക് അടുത്ത ഞെട്ടലുണ്ടാകുന്നത്. എന്തുകൊണ്ട് എനിക്കും വെങ്കടസ്വാമിയെ പോലൊരു കള്ളനായിക്കൂടാ എന്ന് ചിന്തിച്ച് ആ ഗ്രാമത്തിലെ കൂലിവേലക്കാരായ ആളുകൾക്കെല്ലാം ഒരു ഐഡിയ വരുന്നു. പതുക്കെ പതുക്കെ ആളുകൾ അയാളുടെ കൂടെ പോയി ചേരാൻ തുടങ്ങി. പിന്നീട് വെങ്കടസ്വാമി വിവാഹം കഴിച്ചു, കുട്ടികളൊക്കെയായി. വർഷങ്ങൾക്ക് ശേഷം വെങ്കടസ്വാമിക്ക് വയസ്സായപ്പോൾ അയാളുടെ മകനായ ദാസനാണ് ഈ ഗ്യാങ്ങിനെ നയിച്ചിരുന്നത്. ഇവരുടെ മുഴുവൻ കുടുംബത്തിനും ഈ ഗ്യാങ്ങിനും ഒരേ ഒരു ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് മോഷണം മാത്രമായിരുന്നു. വഴിയിലൂടെ വാഹനങ്ങളിൽ പോകുന്നവരെ തടഞ്ഞു നിർത്തി കൊള്ളയടിക്കുക എന്നതായിരുന്നു ഇവരുടെ പ്രധാനപ്പെട്ട രീതി. ആളില്ലാത്ത വീടുകളിൽ കയറി ഇവർ പണം മോഷ്ടിക്കുമായിരുന്നു. ഈ ഗ്യാങ് രൂപപ്പെട്ടിട്ട് ഏകദേശം 60 വർഷത്തോളമായി. ഇത്രയും കാലം ഇവർ കാര്യമായി ആക്രമണങ്ങളൊന്നും അഴിച്ചുവിട്ടില്ല. എന്നാൽ 1990കളിൽ ഈ ഗ്യാങ്ങിൽ തലമുറകളായി ജീവിച്ചു പോകുന്നവർ എല്ലാവരും ചേർന്ന് ഏകദേശം 30 പേരുള്ള ഒരു വലിയ സംഘമായി മാറി. പലരും കരുതിയിരുന്നത് ദണ്ഡുപാളയ ഗ്യാങ് എന്ന് പറയുന്നത് ആന്ധ്രയിലെയോ കർണാടകയിലെയോ തമിഴ്നാട്ടിലെയോ ആളുകൾ മാത്രമെന്നാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഇവർ എല്ലാ സമുദായങ്ങളും സംസ്കാരങ്ങളും കലർന്ന ഒരു കൂട്ടമായിരുന്നു. ഇതവർക്കൊരു വലിയ അഡ്വാൻറ്റേജായി മാറി. തെക്കേ ഇന്ത്യൻ ഭാഷകളെല്ലാം ഈ ഗ്യാങ്ങിലുള്ളവർക്ക് വശമായിരുന്നു. അതുകൊണ്ട് തന്നെ 4 സംസ്ഥാനങ്ങളിൽ മാറി മാറി മോഷണം നടത്താൻ അവർക്ക് വളരെ എളുപ്പമായിരുന്നു. വെങ്കടസ്വാമിക്ക് ശേഷം നാഞ്ചിരപ്പ, മുനിയപ്പ, ഹനുമ, ബോബി എന്നിവരാണ് ഈ ഗ്യാങ്ങിനെ നയിച്ചിരുന്നത്.
നാഞ്ചിറപ്പ എന്നത് അയാളുടെ മകനായ ദാസന്റെ പേര് തന്നെയാണ്. 3 സംസ്ഥാനങ്ങളിലായി ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങൾ വെവ്വേറെ കേസുകളായാണ് രജിസ്റ്റർ ചെയ്തത്. എന്നാൽ ഇതെല്ലാം ഒരേ ഗ്യാങ് ചെയ്യുന്നതാണെന്ന് പോലീസിന് മനസ്സിലായില്ല. ഏതെങ്കിലും പ്രാദേശിക കള്ളന്മാരെ പിടിച്ച് പോലീസ് ഈ കേസുകൾ വേഗത്തിൽ അവസാനിപ്പിക്കുകയായിരുന്നു പതിവ്. വല്ല തെളിവും ലഭിച്ചാൽ തന്നെയും ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്നും പറഞ്ഞ് കേസ് ക്ലോസ് ചെയ്യും. അതാണ് ഈ ഗ്യാങ്ങിന് ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയത്. തലമുറകളായി പിടിക്കപ്പെടാതെ കുറ്റകൃത്യങ്ങൾ ചെയ്ത് ഇവർ അതിൽ വിദഗ്ധരായി മാറി. അതേസമയം പിടിക്കപ്പെടാതിരുന്നത് കൊണ്ട് തന്നെ ഇവർ ഓരോ ദിവസവും കൂടുതൽ ക്രൂരന്മാരായി മാറുകയും ചെയ്തു. ഒരു സ്ഥലത്ത് കുറ്റകൃത്യം ചെയ്താൽ ഉടൻ തന്നെ നാട് വിട്ട് വേറൊരു സ്ഥലത്തേക്ക് പോവുക എന്നതായിരുന്നു ഇവരുടെ ഒരു തന്ത്രം. പിച്ചക്കാർ, കിണർ കുഴിക്കുന്നവർ, മുടി വാങ്ങുന്നവർ എന്നിങ്ങനെ പല വേഷങ്ങൾ ഇവർക്കുണ്ടായിരുന്നു. ഏത് സ്ഥലത്താണോ മോഷണം നടത്താൻ പദ്ധതിയിടുന്നത് അവിടെ വിജനമായ വല്ല സ്ഥലവും കണ്ടെത്തി താൽക്കാലികമായി ടെന്റ് അടിച്ച് താമസിക്കും. ഇതിൽ ആദ്യത്തെ ഘട്ടം സ്ത്രീകളുടേതാണ്. കയ്യിൽ ഒരു കുഞ്ഞിനെയും പിടിച്ച് ജോലി വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ച് ഇവരിങ്ങനെ ഓരോ വീടുകളിലായി കയറിയിറങ്ങും. അങ്ങനെ ആ ഗ്രാമം മുഴുവനും പഠിക്കുന്ന കൂട്ടത്തിൽ നായ്ക്കളില്ലാത്ത ഒറ്റപ്പെട്ട വീടുകൾ ഇവർ കൃത്യമായി മാർക്ക് ചെയ്ത് വെക്കും. കുഞ്ഞിനെ മുൻനിർത്തി ഭക്ഷണവും വെള്ളവും ചോദിക്കും. സംസാരിക്കുന്ന ആ ഗ്യാപ്പിൽ തന്നെ വീട്ടിൽ എന്തൊക്കെയുണ്ട്, എത്ര പേരുണ്ട് എന്നതെല്ലാം ഇവർ കൃത്യമായി മനസ്സിലാക്കി വെക്കും. ദിവസാവസാനം ഇവർ ഭർത്താക്കന്മാരുമായി ഇരുന്ന് ഏതെല്ലാം വീടുകളാണ് അടയാളപ്പെടുത്തിയത് എന്ന് ചർച്ച ചെയ്യും. അതിനുശേഷം കുറച്ച് ദിവസം ആ വീടിന് ചുറ്റും ഇങ്ങനെ നിരീക്ഷണം, ഒരു റെയ്ഡ് നടത്തും. ആ വീട്ടിൽ ഏതെല്ലാം സമയത്താണ് ആളുകൾ വരുന്നത്, ഏത് സമയത്ത് കയറിയാലാണ് ബഹളമില്ലാതെ കാര്യം നടക്കുക, പണവും ആഭരണങ്ങളും എത്രത്തോളം കിട്ടും, അവിടെ ഉള്ളവർ എത്രത്തോളം സാമ്പത്തിക ശേഷിയുള്ളവരാണ് എന്നതെല്ലാം നോക്കി വെക്കും. എല്ലാം ഉറപ്പിച്ച ശേഷം ആക്രമണം നടത്താൻ പോകുന്ന രാത്രിയിൽ ആ വീടിന് ചുറ്റുമുള്ള മറ്റു വീടുകളുടെ എല്ലാം വാതിലുകൾ ഇവർ പുറത്തു നിന്നും പൂട്ടിയിടും. ബഹളം കേട്ട് അയൽക്കാരും ഓടി എത്താതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. കറണ്ട് വയർ മുറിക്കുക, ഫോൺ ലൈൻ വിച്ഛേദിക്കുക തുടങ്ങിയ എല്ലാ പണികളും ഇവർ ചെയ്യും. മോഷ്ടിക്കാൻ കയറുന്ന വീടിന് എത്ര വാതിലുകൾ ഉണ്ടോ അവിടെയൊക്കെ ഓരോരുത്തർ കാവൽ നിൽക്കും. അതിനുശേഷം വാതിൽ തകർത്ത് ഉള്ളിൽ കയറും. സ്വർണവും പണവും എവിടെയാണെന്ന് ചോദിക്കും. പറഞ്ഞില്ലെങ്കിൽ വീട്ടിലുള്ള എല്ലാവരെയും തല്ലിച്ചതയ്ക്കും. കുട്ടികളെന്നോ പ്രായമായവരെന്നോ ഉള്ള ഒരു ദയയും ഇവർ കാണിക്കാറില്ല. കൊള്ളയടിച്ച ശേഷം ഇവർ വെറുതെ ഇറങ്ങിപ്പോവുകയായിരുന്നില്ല. നമ്മൾ ഭാവനയിൽ കാണുന്നതിലും ക്രൂരമായ കാര്യങ്ങളാണ് അവർ ചെയ്തിരുന്നത്. സാക്ഷികൾ ആരും ബാക്കിയുണ്ടാകാതിരിക്കാൻ വീട്ടിലുള്ള എല്ലാവരെയും കൊലപ്പെടുത്തും. അങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം കൊല്ലപ്പെട്ടത് സ്ത്രീയാണെങ്കിൽ ആ ശവത്തെ പോലും ഇവർ ക്രൂരമായി ലൈംഗികമായി പീഡിപ്പിക്കുമായിരുന്നു. ഈ ദണ്ടുപാളയ ഗ്യാങ്ങിലുള്ളവരുടെ ഭാര്യമാർ പോലും ഇത് നോക്കി നിന്ന് ആസ്വദിക്കാറുണ്ടായിരുന്നു എന്ന് ചില കഥകളിൽ പറയുന്നു. ഏകദേശം 16 കേസുകളിൽ ഇവർ മോഷണം നടത്തി ആളുകളെ കൊന്നതിനു ശേഷം മൃതദേഹങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചിട്ടുമുണ്ട്. എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തു തീർത്ത ശേഷം ഇവർ ആഭരണങ്ങൾ കൃത്യമായി ഗംഗമ്മയുടെ അടുത്തെത്തിക്കും. അതായത് വെങ്കടസ്വാമിയുടെ മകളാണ് ഈ ഗംഗമ്മ. അവരുടെ നേതൃത്വത്തിലാണ് 1995 മുതൽ ഈ ഗ്യാങ് പ്രവർത്തിച്ചിരുന്നത്. ആഭരണങ്ങളുടെ അടയാളങ്ങൾ ഒന്നും പുറത്തറിയാതിരിക്കാൻ ഒരു ചുറ്റിക എടുത്ത് അടിച്ച് അവർ രൂപമാറ്റം വരുത്തും. അതിനുശേഷം ഇവർക്ക് മാത്രമായുള്ള ചില ഡീലർമാരുണ്ട്, അവർക്ക് കൊണ്ടുകൊടുത്ത് വിൽക്കും. 3 സംസ്ഥാനങ്ങളിൽ ഇതൊക്കെ നടക്കുമ്പോഴും ഇതെല്ലാം കണക്റ്റഡ് ആണെന്നോ ഒരേ ഗ്യാങ് ആണ് ചെയ്യുന്നതെന്നോ പോലീസിന് മനസ്സിലായില്ല. ഒടുവിൽ കുറ്റകൃത്യങ്ങളുടെ രീതി ആ ഒരു പാറ്റേൺ ഒന്നുപോലെയാണെന്ന് മനസ്സിലാക്കിയ ശേഷമാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ വിവരങ്ങൾ കൈമാറാൻ തുടങ്ങിയത്. കർണാടകയിലെ DSP ചളപതി ഒരു സ്പെഷ്യൽ ടീം രൂപീകരിച്ചു. അവർ ഓരോ കേസുകളായി ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചന്നപ്പട്ടണം എന്ന സ്ഥലത്തെ ഒരു കേസ് ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ ഒരു പെൺകുട്ടിയുടെ കഴുത്തറുത്തിട്ട് അവൾ മരിച്ചോ എന്ന് ഉറപ്പുവരുത്താതെ ഇവർ കടന്നു കളഞ്ഞു. ആ വീട്ടിലെ മറ്റുള്ളവരെല്ലാം മരിച്ചെങ്കിലും ഈ പെൺകുട്ടി മരിച്ചതുപോലെ അഭിനയിച്ച് ജീവൻ രക്ഷിച്ചു. ആ പെൺകുട്ടിയാണ് പോലീസിന് ആ ഗ്യാങ്ങിനെ കുറിച്ചുള്ള ആദ്യത്തെ സൂചനകളും വിവരങ്ങളും നൽകുന്നത്. ആ വിവരങ്ങൾ വെച്ചാണ് ലക്ഷ്മയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചത്. 1996 മുതൽ 2001 വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ ഗ്യാങ് ഏറ്റവും കൂടുതൽ സജീവമായിരുന്നത്. അതിനു മുൻപ് ഇവർ ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം ചെറിയ അളവിലായിരുന്നു. ഔദ്യോഗിക റെക്കോർഡുകൾ പ്രകാരം ഈ 5 മുതൽ 6 വരെ വർഷത്തിനുള്ളിൽ ഇവർ ഏകദേശം 80 പേരെ കൊലപ്പെടുത്തുകയും 16 സ്ത്രീകളെ പീഡിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഔദ്യോഗികമല്ലാത്ത കണക്കുകൾ പ്രകാരം ഇവർ ചെയ്ത കൊലപാതകങ്ങൾ 200-ലധികം വരും. പക്ഷേ ആർക്കും അത് പൂർണ്ണമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. കോടതിയിൽ ഇവർക്കെതിരെ ശക്തമായ തെളിവുകൾ ലഭിച്ചു. അതോടെ 11 പേർക്ക് വധശിക്ഷയും മറ്റുള്ളവർക്ക് ജീവപര്യന്തം തടവും ലഭിച്ചു. എന്നാൽ പിൽക്കാലത്ത് ആ 11 പേരിൽ 3 പേരുടെ വധശിക്ഷ ജീവപര്യന്തമായി കുറച്ചു. ഇവരുടെ ഗ്യാങ്ങിലെ 6 പേർ ജയിലിനുള്ളിൽ വെച്ച് തന്നെ മരിച്ചു. പട്ടിണിയിൽ തുടങ്ങി ആർത്തിയിൽ വളർന്ന് സാധാരണ മനുഷ്യരെ മൃഗങ്ങളാക്കി മാറ്റിയ ഒരു കഥയാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. ഈ ഗ്യാങ്ങിൽ ആകെ 70 പേരുണ്ടായിരുന്നുവെന്നാണ് പറയപ്പെടുന്നത്. അതിൽ വെറും 20 പേർ മാത്രമാണ് പിടിയിലായത്. ബാക്കി 50 പേർ ഇപ്പോഴും നമ്മൾക്കിടയിൽ ഉണ്ടാകാം. അവർ ഒരു പക്ഷേ മാനസാന്തരപ്പെട്ട് ജീവിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇപ്പോഴും ഇതുപോലുള്ള തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാകാം. അവർക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ കുറിച്ച് വ്യക്തമായ വിവരങ്ങളൊന്നും തന്നെ ഇല്ല.
അതുകൊണ്ട് നിങ്ങളുടെ വീട് ഒറ്റപ്പെട്ടൊരു സ്ഥലത്താണെങ്കിൽ വെള്ളമോ ഭക്ഷണമോ ചോദിച്ച് അപരിചിതർ ആരെങ്കിലും വന്നാൽ വളരെ ജാഗ്രത പാലിക്കുക. സാധാരണയായി ഈ ആളുകളൊക്കെ ഉള്ള ടൗണിൽ ഇത്തരം സംഭവങ്ങൾ നടക്കാറില്ല. ഒറ്റപ്പെട്ട വീടുകളാണ് ഇവർ പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കാരണം പെട്ടെന്ന് ബഹളം വെച്ചാലും ആളുകൾക്ക് ഓടിയെത്താൻ കഴിയില്ല. ഈ കഥ നമുക്ക് നൽകുന്ന ചില ഗുണപാഠങ്ങളുണ്ട്. നിയമവാഴ്ചയെ വെല്ലുവിളിക്കുന്ന അതിരുകടന്ന ആർത്തിയും അതിക്രമങ്ങളും ഒടുവിൽ നാശത്തിലേക്ക് നയിക്കുകയുള്ളൂ. വിശപ്പിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും ആരംഭിച്ച ഒരു ഗ്രാമത്തിലെ കുറ്റകൃത്യങ്ങൾ പിന്നീട് നിയന്ത്രണമില്ലാത്ത ലഹരിയും ക്രൂരതയുമായി മാറിയപ്പോൾ മനുഷ്യത്വം പൂർണ്ണമായി നശിച്ചുപോയി. തുടക്കത്തിൽ ചെയ്ത ചെറിയ തെറ്റുകൾ ശിക്ഷിക്കപ്പെടാതെ പോയപ്പോഴാണ് പിന്നീട് നിരപരാധികളായ ആളുകളുടെ ജീവനെടുത്ത ഭീകരരായ കൊലപാതകികളായി അവരെ മാറ്റിയത്. കൂടാതെ സുരക്ഷയും ജാഗ്രതയും എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. സഹതാപം നടിച്ചോ സഹായം അഭ്യർത്ഥിച്ചോ വരുന്ന അപരിചിതരെ അന്ധമായി വിശ്വസിക്കുന്നത് എത്രത്തോളം അപകടകരമാണെന്ന് ഈ കഥ വ്യക്തമാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ താമസിക്കുന്നവർ കൂടുതൽ മുൻകരുതലുകൾ എടുക്കേണ്ടതുണ്ട്. എത്ര ആസൂത്രിതമായി കുറ്റകൃത്യങ്ങൾ ചെയ്താലും, എത്ര കാലം പിടിക്കപ്പെടാതെ രക്ഷപ്പെട്ടാലും ഒരു ചെറിയ തെളിവിലൂടെ നിയമത്തിന് മുന്നിൽ പിടിയിലാകുമെന്നും തെറ്റിന്റെ വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് അവസാന വിജയം ഒരിക്കലും ഉണ്ടാകില്ല എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ കഥ നൽകുന്നത്. ഈ ഒരു സംഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഈ ഗണ്ടുപാളയ ഗ്യാങ്ങിനെ കുറിച്ച് നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിട്ടുണ്ടോ? ഇതാദ്യമായിട്ടാണോ കേൾക്കുന്നത്? ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും കമൻറ്റിൽ പറയുക. നിങ്ങളുടെ ബെസ്റ്റ് കമൻറ്റ് അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.